കൂടെ കരഞ്ഞിട്ടുണ്ട് പലരുടെയും. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഡോക്ടറെ അടുത്ത് സമയം കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് കരയാനോ ഞങ്ങളുടെ വിഷമം. അവര് അപ്പൊ തന്നെ അത് ചെയ്താൽ മതി അല്ലെ, അത് പൊയ്ക്കോ, പെട്ടെന്ന് പറഞ്ഞു വിടും. കറക്റ്റായിട്ട് ഒരാളോട് 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് പിഴവ് പറ്റിയെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ എനിക്ക് വന്ന കോളൊക്കെ ഞാൻ 10-15 പേജ് എഴുതി വെച്ചിട്ടുണ്ട്, മിസ്ഡ് കോൾ. ഇവരെ എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്കറിയില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് കോളുകൾ ഇങ്ങനെ വരാൻ പോവാന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് പനി പിടിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഈ 2 ഫോണിൽ വന്ന കോളെല്ലാം എഴുതി വെക്കുക. 10 പേജൊക്കെയാ ഒരു മിസ് കോൾ എനിക്ക് വരുന്നത്. പിന്നെ ഞാൻ ആരോടും ഫോട്ടോ ചോദിക്കാറില്ല, കാര്യം അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസം അതായിരിക്കാം. ഞാൻ ആരുടെയും ഫോട്ടോ ചോദിക്കാറില്ല, ഞാൻ അവരുടെ ആവശ്യമില്ലാത്തവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ടു ദെയർ ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈല്, ലൈഫ് സ്റ്റൈല് ഞാൻ അവർക്ക് കൊടുക്കും. അതിലാകെ പെണ്ണുങ്ങൾക്ക് എന്നോട് ഇച്ചിരി പിണക്കമുള്ളത് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി അതൊക്കെ കുറച്ച് ഞാൻ ഒന്നും പറ്റില്ല, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ കൃത്യമായി അത് പാലിച്ചവർക്ക് റിസൾട്ട് വന്നിട്ട് ഇനി ചറപറാന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പൊ പ്രഗ്നന്റ് ആവും. വെയിറ്റിംഗ് ആണ്. ഞാൻ ക്യൂവിലാണ്. ഞാൻ ഓരോരുത്തരോട് പറയും നിങ്ങൾക്ക് ഒരു കുറച്ചാളൂടെ മതിയെന്ന് പറയും. അത് സംഭവിക്കും. അതൊരു ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അതിൻ്റെ വാതിലുകൾ ഒന്ന് തുറന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ അതിനൊരു ശ്രമം പോലും നമ്മൾ നടത്താറില്ല.